ഞാനേതായാലും പുഞ്ചിരിമട്ടത്തെ ഏറ്റവും ഒടുവിലുള്ള റോഡ് അവസാനിക്കുന്ന സ്ഥലം വരെ എത്തി. എനിക്ക് പിറകിൽ ഇവിടെ ഒരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു ബെൽറ്റ് കെട്ടി നമ്മളെ അവിടെ തടയുന്ന ഒരു സ്ഥിതിയുണ്ട്. അതെന്ന് വെച്ചാൽ ഇനി ഇവിടെ നിന്ന് ജനവാസ കേന്ദ്രത്തിൽ ആദിവാസി വിഭാഗങ്ങളൊക്കെ താമസിച്ചിരുന്ന ഇടങ്ങളാണ് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുക. ഇവിടെ നമുക്ക് അധികമൊന്നും മുന്നോട്ട് പോകാൻ കഴിയില്ല. അവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നമ്മളെ തടയും. എന്ന് വെച്ചാൽ അവിടെ അവരുടെ ഒരു റെസ്ട്രിക്റ്റഡ് ഏരിയ എന്നുള്ളത് കൊണ്ട് തന്നെ അതുവരെ മാത്രമേ നമുക്ക് കാര്യമായിട്ടുള്ള പ്രവേശനം ഉള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി എല്ലാം ഫോറസ്റ്റാണ്. ഇവിടെ നമുക്ക് ആദിവാസി കുടിലുകളൊക്കെ നമുക്ക് പല ഭാഗങ്ങളിലും നമുക്കിങ്ങനെ കാണാം. അപ്പോൾ ഈ കാണുന്ന സ്ഥലം വരെ നമുക്ക് പ്രവേശിക്കുവാനുള്ള നിർദ്ദേശം കിട്ടിയിട്ടുള്ളൂ. ഇവിടെ നിന്ന് നമുക്ക് ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കെട്ടിയ കമ്പിവേലിയാണ്. അത് കഴിഞ്ഞാണ് നമ്മൾ വലത്തോട്ട് പോകും. അതും നമ്മൾ എത്തി നിൽക്കുക ഒരു തകർന്ന വീടിൻ്റെ മുകളിലാണ്. അത് നമ്മൾ അങ്ങനെ ഉറപ്പിക്കുന്നത് ഇവിടെ കുറേ പാത്രങ്ങളും കുറേ വസ്ത്രങ്ങളും അങ്ങനെ തുടങ്ങിയ കുറച്ച് സംഭവങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മളെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അനുവദിച്ച പരമാവധി സ്ഥലത്ത് നിന്നാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. ഇവിടെ വരുമ്പോൾ നമ്മൾ കണ്ട കാഴ്ചയൊന്നുമല്ല. യഥാർത്ഥത്തിൽ എന്താണ് ഇതിൻ്റെ ഒരു ഭീകരത എന്ന് കൃത്യമായിട്ട് മനസ്സിലാകുന്ന ഒരു സ്ഥലമാണ്. നമുക്ക് ക്യാമറ ഒന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ കൃത്യമായിട്ട് ആ പൊട്ടിയ ഒരു സ്ഥലം നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെയൊക്കെ ഈ അപകടത്തിൻ്റെ ഏറ്റവും വലിയ ആഴം നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഞാൻ നിൽക്കുന്നത് ഒരു അപകടം നിറഞ്ഞൊരു സ്ഥലത്താണ്. എൻ്റെ കാലൊന്ന് പതറിയാൽ ഒരു പക്ഷേ മണ്ണൊന്ന് അല്പം ഇടിഞ്ഞാൽ ഒരു പക്ഷേ കാണാൻ സാധിക്കുന്ന ഭീകരത അത്രമേൽ വലുതാണ്. ഇവിടെ ഏകദേശം ഒരു 10 നില കെട്ടിടത്തിൻ്റെ ഉയരത്തിൽ അത്രയും താഴ്ചയിൽ ഇവിടെ നിന്ന് മണ്ണ് ഒലിച്ച് ഇവിടെയുള്ള മണ്ണും വീടുകളുമൊക്കെ അടിച്ച് തുടച്ചുകൊണ്ടാണ് താഴേക്ക് പോയിട്ടുള്ളത്. ഇവിടെ നമ്മൾ നിൽക്കുമ്പോൾ ഞാൻ വെറുതെ പറയുന്നതല്ല, ഒരു 10 നില കെട്ടിടത്തിൻ്റെ ഉയരം അത്രയും താഴ്ചയിലാണ് ഇവിടെ നിന്ന് മണ്ണ് എടുത്തു കൊണ്ടുപോയിട്ടുള്ളത്. വലിയ പാറ കൂട്ടങ്ങൾ, വലിയ ഗർത്തം. ഇവിടെ നമ്മൾ നിൽക്കുമ്പോൾ ഒരു പേടിപ്പെടുത്തുന്ന ഒരു അന്തരീക്ഷം ദൃശ്യമൊക്കെയാണ്. ഇവിടെ ഇതിൻ്റെയൊക്കെ ആ ഒരു സംഹാര താണ്ഡവം കഴിഞ്ഞ ശേഷം ആ പാറകളൊക്കെ വളരെ വൃത്തിയായി, എന്ന് വെച്ചാൽ മണ്ണൊന്നുമില്ലാതെ നല്ല തെളിഞ്ഞ അന്തരീക്ഷത്തിൽ ഇത് കാണുന്നുണ്ട്. ഇവിടെ നിന്നൊക്കെ ഇത്രയും ഞാൻ പറഞ്ഞല്ലോ, ഏകദേശം ഒരു 10 നില കെട്ടിടത്തിൻ്റെ ഉയരത്തിൽ മണ്ണ് പൊട്ടി ഒലിച്ച് താഴേക്ക് ഒഴുകിപ്പോയതിൻ്റെ ബാക്കി പത്രം ഒരു പാതാളം പോലെ നമ്മൾ കാണുന്ന ഒരു പാതാളം എന്നൊക്കെ പറയുന്ന ആ ഒരു അർത്ഥത്തിലുള്ള ഒരു ഭീകരതയുടെ ആഴത്തിൻ്റെ ബാക്കി പത്രമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ ഞാൻ ചൂണ്ടിക്കാണിക്കുന്ന എൻ്റെ ഈ ഭാഗം എന്ന് വെച്ചാൽ പൊട്ടിയതിന് ഞാൻ നിൽക്കുന്നതിൻ്റെ മറുഭാഗത്ത് അവിടെ കുറച്ച് ആദിവാസി വീടുകൾ, കോളനികൾ നമുക്ക് കാണാൻ സാധിക്കും. തികഞ്ഞ ഫോറസ്റ്റാണ്. തൊട്ടിപ്പുറവും തികഞ്ഞ ഫോറസ്റ്റാണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും നടുവിലൂടെയാണ് ഇപ്പോൾ ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ ആ പ്രദേശത്ത് എത്തണമെന്നുണ്ടെങ്കിൽ തന്നെ അതുവഴി കടന്ന് ഫോറസ്റ്റിൻ്റെ ഏറ്റവും ഉള്ളിലൂടെ കടന്ന് ചെന്നുകൊണ്ട് മാത്രമേ നമുക്ക് അവിടെ പ്രവേശിക്കുക സാധ്യതയുള്ളൂ. പക്ഷേ അതിൻ്റെ സാധ്യതകൾ വളരെ വിരളമാണ്. അതിൻ്റെ തൊട്ടടുത്തേക്ക് ആരും തന്നെ പോയ ഒരു ദൃശ്യങ്ങൾ നമ്മളാരും കണ്ടിട്ടില്ല. ചില ഹെലിക്യാം ദൃശ്യങ്ങളൊക്കെ ചില ചാനലുകളിലൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു. പക്ഷേ എന്നിരുന്നാലും നമുക്ക് അവിടേക്ക് മനുഷ്യ സഹജമായിട്ട് ഇപ്പോൾ രക്ഷാപ്രവർത്തകർ പോലും തൊട്ട് അടുത്ത് പോലും ഇപ്പോഴും എത്തിയിട്ടില്ല. ഈ 13ാം ദിവസവും എത്തിയിട്ടില്ല എന്നത് പറയുമ്പോൾ ഇതിൻ്റെ ഭീകരത എത്രമാത്രമാണെന്ന് മനസ്സിലാക്കണം. ഞാനിപ്പോൾ സംസാരിക്കുന്ന സമയം ഉച്ചയ്ക്ക് 1 മണിയാണ്. പൊരിഞ്ഞ വെയിലാണ്, ചൂടാണ്. എല്ലാം ഇവിടെ മണ്ണെല്ലാം ഏകദേശം ഉറച്ചു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ നമുക്കൊരിക്കലും വിശ്വസിച്ച് ഞാൻ നിൽക്കുന്ന പോലെയുള്ള ഈ ഒരു സ്ഥലത്തൊരിക്കലും നിൽക്കാൻ പാടില്ല. കാരണം ഇതേത് നിമിഷവും താഴേക്ക് ഉഴുന്നിറങ്ങി പോകാൻ സാധ്യതയുള്ള ഒരു സ്ഥലം കൂടിയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ അതൊക്കെ കഴിഞ്ഞ ദൃശ്യങ്ങളിലൊക്കെ നമ്മൾ കാണിച്ചിരുന്നു. പക്ഷേ ഇവിടെ നമ്മൾ നിൽക്കുമ്പോൾ ഈ ഭാഗങ്ങളിലൊക്കെ വീടുണ്ടായിരുന്നു. ഈ കാണുന്ന ഭാഗങ്ങളിലെല്ലാം വീടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ പാറക്കൂട്ടങ്ങളും ജലവും അടിച്ചു തുടച്ചുകൊണ്ടാണ് ഇവിടെ നിന്നാണ് താഴേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള വീടിൻ്റെയും ഒക്കെ അവശിഷ്ടങ്ങൾ നമുക്കിപ്പോഴും കാണാൻ സാധിക്കും എന്നുള്ളതാണ്. ഏതായിരുന്നാലും നമ്മൾ നേരത്തെയൊക്കെ സംസാരിച്ച പോലെ ഒരു കാര്യമുള്ളത്, നമ്മൾ ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടെന്നറിയില്ല, എനിക്കൊരു ചെറിയൊരു ചീള് പോലെ നമുക്കിവിടെ നിന്ന് ഒരു മലഞ്ചെരിവ് കാണാൻ സാധിക്കും. ഒരു മലയുടെ ഒരു മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു പോർഷൻ മാത്രമാണ്
ഇവിടേക്ക് ഉതിർന്നു വന്നിട്ടുള്ളത് എന്ന് ചോദിക്കുമ്പോൾ ആ കാണുന്ന മല എന്ന് പറയുന്നത് അത് അത്രമേൽ വലിയൊരു മലയാണ്, വലിയ പാറക്കൂട്ടമാണ്. അതിൻ്റെ ചെറിയൊരു പോർഷൻ മാത്രമാണ് ഇവിടെ വന്നത് എന്ന് നമ്മൾ പറയുമ്പോൾ അതിൻ്റെ ആഴവും പരപ്പും എത്രമാത്രമാണ് എന്ന് നമുക്കൊരിക്കലും നിർവചിക്കാൻ കഴിയില്ല. ഇവിടെ നിന്ന് ആ പാറക്കൂട്ടത്തിലേക്ക് പോവുക പോലും എനിക്ക് അസാധ്യമാണ്. കാരണം അത് വളരെ ചെരിഞ്ഞു നിൽക്കുന്ന, വളരെ സ്ലോപ്പായിട്ട് നിൽക്കുന്ന, വളരെ വഴുവഴുപ്പാർന്ന അല്ലെങ്കിൽ മണ്ണും മിശ്രിതം കൂടി കലർന്നുകൊണ്ടുള്ള വഴുവഴുപ്പുകൾ ഉണ്ടാകുന്ന വലിയ പ്രശ്നങ്ങൾ ഉള്ള ഒരിടമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടേക്ക് പോവുക അസാധ്യമായ ഒരു സ്ഥലം കൂടിയാണ് എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. ഏതായിരുന്നാലും എന്നെ അത്ഭുതപ്പെടുത്തുന്നൊരു ഘടകം ആ ഒരു വലിയ മലയായിരുന്നു പൊട്ടി ഒലിച്ച് വന്നതെങ്കിൽ നമ്മുടെ വയനാട് ഇന്ന് ഉണ്ടാകുമായിരുന്നോ എന്നുള്ളൊരു സംശയം. വയനാട് വേണ്ട, നമുക്ക് നമ്മുടെ വയനാടും ചുരവുമൊക്കെ ഇറങ്ങി നമ്മുടെ കോഴിക്കോടും ഒക്കെ ഇന്ന് എന്തായിരിക്കും അവസ്ഥ എന്ന് നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. കാരണം നമ്മളിവിടെ വന്ന് നോക്കുമ്പോഴാണ്, ഞാനിത് വിവരിക്കുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് ഇതിൻ്റെ ഭീകരത മനസ്സിലായിക്കൊള്ളുന്നില്ല, പക്ഷെ അത് കണ്ണോട് കാണുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. വലിയൊരു മല, ഞാനിത് രണ്ടാമതും ആവർത്തിക്കുകയാണ്, വലിയൊരു മല. ആ വലിയൊരു മലയുടെ ചെറിയൊരു ഭാഗം, അതിൻ്റെ ഏകദേശം ആ മലയുടെ തന്നെ ഒരു 500 മീറ്റർ താഴെ നിന്നാണ് ഈ പൊട്ടൽ വന്നിട്ടുള്ളത്. നമുക്കിവിടെ നിന്ന് കാണാം. ആ പൊട്ടലിൻ്റെ അവശേഷിപ്പ് അല്ലെങ്കിൽ ഭീകരതയാണ് ഇത്രയും വലിയ ദുരന്തം ഇവിടെ വിതച്ചത് എന്ന് പറയുമ്പോൾ ആ മലയാണ് വന്നിരുന്നതെങ്കിൽ എന്നൊരു ചിന്ത നമ്മളിൽ ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ ഭീകരത, അതിൻ്റെ അപകടം നിറഞ്ഞ ഒരു സ്ഥിതി നമുക്ക് ഒരിക്കലും ഊഹിക്കാൻ കഴിയുന്ന ഒന്നേ അല്ല എന്നുള്ളതാണ്. ഏതായിരുന്നാലും നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്നതിൻ്റെ പരമാവധി ദൂരത്തിൽ നമ്മളെത്തി. ഏകദേശം ഇത് ചൂരൽമലയിൽ നിന്ന് ഏകദേശം 7 കിലോമീറ്റർ ഉള്ളിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഇനിയും ഈ പ്രഭവ കേന്ദ്രത്തിലേക്ക് എത്തുമ്പോഴാണ് അതിൻ്റെ ദൃശ്യം നമുക്ക് മനസ്സിലാകുക. പക്ഷേ ഫോറസ്റ്റാണ്, നമുക്ക് അവിടേക്ക് പ്രവേശനമില്ല, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നമ്മളെ അവിടെ തടയും. എന്നതുകൊണ്ട് തന്നെ നമ്മൾ തൽക്കാലം ഇത് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. waytonikah.com, the exclusive Muslim matrimonial site.